എന്നോ എപ്പോഴോ ഓർമ്മയിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയ കുട്ടിക്കഥകളുടെയും പഴയകാലത്തിൻ്റെ നാടൻ കളികളെയും സ്കൂൾ മുറ്റങ്ങളിലേക്ക് തിരികെ എത്തിക്കുകയാണ് ആലപ്പുഴയിലെ ഒരു പറ്റം അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും. അമ്മൂമ്മ കഥകളുടെ കഥാമാധുര്യം ടോക്കിംഗ് പാർലർ എന്ന പേരിൽ ആരംഭിച്ച പദ്ധതി ലഹരിക്കെതിരെയുള്ള പോരാട്ടം കൂടിയാണ്. ആലപ്പുഴയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ പദ്ധതി ഇന്ന് പുതുതലമുറയ്ക്ക് പുത്തൻ അനുഭവങ്ങൾ സമ്മാനിക്കുകയാണ്. പഴയ കാലത്തിന്റെ കഥകൾ പുതിയ ഭാവത്തിൽ അവർ അവതരിപ്പിച്ചപ്പോൾ അത്ഭുതവും ആവേശവും നിറച്ച് അവർ കേട്ടിരുന്നു. പ്രായം പിന്നോട്ട് സഞ്ചരിച്ചു. അങ്ങനെ കഥ പറഞ്ഞ അവരും പുതുതലമുറയിലെ കുരുന്നുകളായി മാറി. മുത്തശ്ശിക്കഥകൾ, പുരാണങ്ങൾ, ചരിത്രകഥകൾ, ബാലസാഹിത്യം, ചെറുകവിതകൾ തുടങ്ങി പുതുതലമുറ കേൾക്കാനിടയില്ലാത്ത പലതും പഴമ ചോരാതെ അവർ കുരുന്നുകൾക്ക് മുൻപിൽ തുറന്നുവെച്ചു. രാമസ്വാമിക്ക് തോട്ടമുണ്ട് ആരടിപ്പൊക്കത്തില്, ആ തോട്ടത്തിൽ ഒരു പൂച്ചയുണ്ട് ആരടിപ്പൊക്കത്തില്. ആ പൂച്ച എന്തു പറഞ്ഞു? ആ പൂച്ച എന്തു പറഞ്ഞു? ആ പൂച്ച എന്തു പറഞ്ഞു? അതിനും അപ്പുറമായി ജെൻസി തലമുറയ്ക്ക് കേട്ടറിവ് പോലുമില്ലാത്ത ഓലപ്പന്ത്, വാച്ച്, കണ്ണട, ഓലക്കാലിലെ പാമ്പ് തുടങ്ങിയ കളിപ്പാട്ടങ്ങളും കരകൗശല വസ്തുക്കളും ആ പ്രായം ചെന്ന കുരുന്ന് ഹൃദയങ്ങൾ പുതുതലമുറയ്ക്ക് മുന്നിൽ നിരത്തി. പഴയകാല കഥകൾ, കളികളും ഒക്കെ തന്നെ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് ആധുനിക കാലഘട്ടത്തിൽ അവർ ഈ കാർട്ടൂണിൻ്റെയും ഭാവന നശിക്കുന്ന അല്ലെങ്കിൽ ഭാവന ഇല്ലാതാക്കുന്ന TV-യുടെ ഒക്കെ ലോകത്തിൽ നിന്ന് അവരൊന്ന് മാറ്റി നിർത്തിയിട്ട് പഴയകാല സ്മരണകളൊക്കെ അവരുടെ മനസ്സിലേക്ക് നിറയ്ക്കുകയാണെങ്കിൽ അവർ ഈ ലഹരിക്കൊക്കെ അടിപ്പെട്ട് അതിൽ നിന്ന് വിമോചിതരായിട്ട് മാറി നിൽക്കുന്നതിന് ഒരു അവസരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അച്ഛനമ്മമാരോട് സ്നേഹം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഗുരുക്കന്മാരോട് സ്നേഹം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അങ്ങനെ തീർച്ചയായും തലമുറകൾ തമ്മിലുള്ള അകലം കുറയും. ഇന്ന് കാണുന്ന ആ അണുകുടുംബത്തിൻ്റെ ആ ശോചനീയാവസ്ഥയൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ മുതിർന്ന തലമുറയുടെ വിരസത മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായ ലക്ഷ്യം. ഇവരെല്ലാം തന്നെ ടീച്ചർമാരായിരുന്നു, അല്ലെങ്കിൽ സാറന്മാരായിരുന്നു. ഇവരൊക്കെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടികളല്ല ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ. അവർക്ക് പഴയകാല കഥകൾ അറിയത്തില്ല, അന്നത്തെ കളികൾ അറിയില്ല, പഴയ രീതിയിലുള്ള ക്രാഫ്റ്റ് അതൊന്നും തന്നെ അറിയില്ല. അതൊക്കെ ഒന്ന് പരിശീലിപ്പിച്ചെടുത്തിട്ട് അവരെ വീണ്ടും നമ്മുടെ പഴയ കാലങ്ങളിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഓർമ്മകളിലേക്ക് അവരെ മടക്കിക്കൊണ്ടു പോയിട്ട് വീണ്ടും ഒരു നല്ല സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രഥമമായ ലക്ഷ്യം. മുത്തച്ഛന്മാരും മുത്തശ്ശികളും കഥകളും പാട്ടുകളും കളിപ്പാട്ടങ്ങളുമായി എത്തിയതോടെ കുരുന്ന് ഹൃദയങ്ങളും സന്തോഷത്തിൽ തുള്ളിച്ചാടി. പരിപാടിയെക്കുറിച്ചറിഞ്ഞ് ധാരാളം രക്ഷിതാക്കളാണ് ടോക്കിംഗ് പാർലറിനെ ബന്ധപ്പെടുന്നത്. അങ്ങനെ പല തലമുറകളെ അവിടെ ഒന്നിച്ചു ചേർക്കുകയായിരുന്നു. ഇപ്പോൾ പല വേദികളും 3 തലമുറകളുടെ സംഗമമാണ്. സംഘത്തിലെ 13 പേർ റിട്ടയേർഡ് അധ്യാപകരാണ്. ബാക്കിയുള്ളവർ പൊതുമേഖലയിൽ മികവ് തെളിയിച്ചു വരും. 1.25 മണിക്കൂറാണ് ക്ലാസ്. റീൽസിനും കാർട്ടൂണിനും പിന്നാലെ പാഞ്ഞിരുന്ന കുട്ടിക്കൂട്ടം ഫോണും റീലും വിരൽത്തുമ്പിൽ വിരിയുന്ന വിസ്മയങ്ങളും മറന്ന് കഥകൾക്കായി കാത്തിരിക്കുകയാണിപ്പോൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൈവിരൽ തുമ്പിലേക്കല്ല, പഴമയുടെ നന്മ നിറഞ്ഞ ഇന്നലകളിലേക്ക് ഈ കുരുന്നുകളെ കൈപിടിച്ച് നയിക്കുകയാണിവർ. ആലപ്പുഴയിൽ നിന്നും ആദർശിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്.